ശരീരത്തെ തൊഴുതു. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി കുറച്ച് നേരം മീറ്റിംഗ് ചെയ്തതിനൊപ്പം ഇരിക്കാം. പ്രോഗ്രാമിനെ പറ്റി സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചോദിക്കാം. ഈ മീറ്റിങ്ങിന് ശേഷം നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിൻ്റെ മീറ്റിംഗ് മോഡലുണ്ടായിരിക്കും. അപ്പോൾ ഗ്രൗണ്ട് ഫോഴ്സ് ടീം മാത്രം മോഡലിലേക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ പിന്നെ അതുപോലെ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്ന ശ്രീകുമാരേട്ടൻ നമ്മുടെ ട്രസ്റ്റിയാണ് ഇവിടുത്തെ അമ്പലത്തിലും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ അമ്പലത്തിൻ്റെ ചരിത്രം നമ്മുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം ഡേറ്റായിട്ട് നമ്മളോട് സംസാരിക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീകുമാർ നമ്പൂതിരി. ഇത് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം നിങ്ങൾക്ക് പലർക്കും ഇതിൻ്റെ ചരിത്രം അറിയാമായിരിക്കും, എന്നാലും അറിവില്ലാത്തവരുടെ ഇതിലേക്ക് പറയുകയാണ്. ആദിശങ്കരൻ്റെ ജന്മം എടുത്ത സ്ഥലമാണ് കാലടി. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് കിഴക്ക് വശത്തായിട്ട് ശൃംഗേരി മഠത്തിൻ്റെ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ ആ കറക്റ്റ് സ്പോട്ടിലായിരുന്നു ആദ്യം ആചാര്യസ്വാമിയുടെ ഇല്ലമുണ്ടായിരുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ ദൂരെ മാറി ഒഴുകിയിരുന്ന പെരിയാർ എന്ന് ഇന്നറിയപ്പെടുന്ന ആ നദി ആദ്യകാലങ്ങളിൽ പൂർണ്ണ നദി എന്നാണ് അറിഞ്ഞിരുന്നത്. ആചാര്യസ്വാമിക്ക് അമ്മയ്ക്ക് നിത്യവും സ്നാനത്തിനായിട്ട് 3.5 കിലോമീറ്റർ ദൂരം മാറി ഒഴുകിയിരുന്ന ഈ നദിയിൽ പോയി വരുന്നതിന് ബുദ്ധിമുട്ടായ സമയത്ത് ഒരു ദിവസം അമ്മ തലകറങ്ങി വീഴുന്ന ഒരവസ്ഥയിൽ ബാലനായിരുന്ന ശങ്കരൻ തൻ്റെ കുലദേവൻ കൂടിയായ ഈ ഭഗവാന്റെ മുമ്പിൽ നിന്ന് അന്ന് ഈ ക്ഷേത്രം പൂർണ്ണ നദിയുടെ ഇപ്പോൾ ഒഴുകിയിരിക്കുന്ന മുതലക്കടവിനടുത്താണ് ആദ്യം സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ചെന്ന് നിന്ന് എൻ്റെ അമ്മയുടെ നിത്യമായിട്ടുള്ള ഈ ഒരു പ്രയാസത്തിന്, ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ണി നിന്റെ കാൽ വരയുന്നിടത്തൂടെ നദി ഗതിയാകട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. തൻ്റെ കുലദേവന്റെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് കാൽ കൊണ്ട് വരികയും ആ സ്ഥലത്ത് കൂടി പൂർണ്ണ നദി പിന്നീട് ഒഴുകി വരികയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ശശലം എന്നറിയപ്പെട്ടിരുന്ന ഈ കാലടി എന്ന ഗ്രാമം കാൽ കൊണ്ട് വരഞ്ഞ് ആ കാലിൻ്റെ മാർക്ക്, കാല് അടി, അങ്ങനെ കാലിൻ്റെ മാർക്ക് വന്നതിനെ തുടർന്ന് കാലടി എന്ന പേരിലാവുകയും ഭഗവാൻ തൃക്കാലടിയപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് സ്വാമികളുടെ നിയോഗം ഒരു സന്യാസിയാകണമെന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. പക്ഷെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അമ്മ അദ്ദേഹത്തിന് ഈ ഒരു സന്യാസ ജീവിതം ഒരിക്കലും അമ്മ ആഗ്രഹിച്ചിരുന്നില്ല. അമ്മ പലപ്പോഴും അതിന് തടസ്സം നിൽക്കുകയും ചെയ്തു. ഒരു ദിവസം സാക്ഷാൽ പരമശിവൻ തന്നെ ഒരു മുതലയുടെ രൂപത്തിൽ ഇവർ ആ കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് സ്വാമിയുടെ കാലിൽ പിടിക്കുകയും നദിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അലറിക്കരഞ്ഞ ആര്യാമ്പ ദേവിയുടെ മുമ്പിൽ ആദിശങ്കരൻ തന്നെ പറഞ്ഞു, അമ്മ, എൻ്റെ എൻ്റെ പിടി വിടണമെങ്കിൽ എന്നെ സന്യാസത്തിന് പോകാൻ അനുവദിച്ചാൽ ഈ മുതലൻ എന്നെ പിടിവിട്ട് പോകും എന്നറിയിച്ച മാത്രയിൽ തന്നെ തൻ്റെ മകൻ ജീവിച്ചിരിക്കുമല്ലോ എന്നെങ്കിലും കരുതി ആ മാതാവ് അനുവാദം കൊടുക്കേണ്ടായി. അങ്ങനെയാണ് ആദിശങ്കരൻ തൻ്റെ സന്യാസ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ കടവിൽ നിന്ന് യാത്രയാവുന്നത്. ആ കടവാണ് മുതലക്കടവ് എന്ന പേരിൽ ഇന്നും വളരെ പ്രസിദ്ധമായിട്ട് നിൽക്കുന്നത്. ആദിശങ്കരൻ
പോകുന്ന സമയത്ത് അമ്മയ്ക്കൊരു വാക്ക് നൽകിയിരുന്നു. അമ്മ എപ്പോൾ ആഗ്രഹിച്ചാലും ഞാൻ ആ സമയം ഇവിടെ എത്തിച്ചേരാം എന്ന്. തൻ്റെ മരണശൈലിയിൽ ശങ്കര എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ പറയുന്ന സമയത്ത് സ്വാമികൾ ഹിമാലയത്തിൽ ആയിരുന്നു. വായുമാർഗത്തിൽ കാലടിയിലെത്തുകയും തുടർന്ന് തൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് ആസ്താം താവതീയം എന്ന് തുടങ്ങുന്ന മാതൃപഞ്ചകം എന്ന കൃതി രചിച്ച് ചൊല്ലുകയും അതിനുശേഷം വിഷ്ണുപാദത്തിൽ ആ ആത്മാവിന് മോക്ഷപ്രാപ്തി നൽകുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ 10 ഇല്ലങ്ങളാണ് ഈ കാലടി പ്രദേശത്തുണ്ടായിരുന്നതെങ്കിലും സന്യാസിയായതിനാൽ തൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങളും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതിൽ 8 ഇല്ലക്കാർ ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും അവർ നിസ്സഹകരിക്കുകയും ചെയ്തു. 2 ഇല്ലക്കാർ മാത്രമാണ് സഹകരിച്ചത്. അതിൽ തലഭാഗം ശിവയിലേക്ക് വയ്ക്കാൻ സഹായിച്ചവർ തലയേറ്റുപിള്ളിമന എന്നും കാൽഭാഗം എടുത്തു വയ്ക്കാൻ സഹായിച്ചവർ കാപ്പിള്ളിമന എന്ന പേരിലും പിന്നീട് അറിയപ്പെട്ടു. ഞാൻ ഭഗവാന്റെ മുമ്പുള്ള കാരണവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ട്രസ്റ്റിയായി തുടരുന്നു. ഞാൻ കാപ്പിള്ളിമനയുടെ അംഗമാണ്. എന്തായാലും ഇന്ന് ഈ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിയ ശ്രീ രജിത് കുമാർ എന്നിവയും അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും കരടിയിലേക്ക് എത്തിച്ചേർന്നതിലുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ പറയട്ടെ. സോറി, സൗണ്ടൊക്കെ പോയിരിക്കുക. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്.